നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് കോഴിക്കോട് കടപ്പുറം സാക്ഷിയായിരിക്കുന്നു. വിജയസങ്കൽപ് റാലിയുമായി എത്തിയ മോദി ശബരിമല എന്ന വാക്കുച്ചരിക്കാതെ വിശ്വാസ സംരക്ഷണത്തിന് മുന്നിലുണ്ടാകുമെന്ന ഉറപ്പു നൽകി. BJP ഉള്ളിടത്തോളം വിശ്വാസ സംരക്ഷണം തകർക്കാനാവില്ല എന്നാണ് മോദി പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത്. വയനാട്ടിലെ പച്ചക്കൊടി കണ്ടാൽ പാകിസ്ഥാൻ എന്ന അമിത്ഷാ സംശയിച്ചാൽ എന്താ? മുത്തലാഖ് വിഷയമുയർത്തി മുസ്ലിം ന്യൂനപക്ഷത്തോട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിലെ സ്ത്രീകളോട് ഏറ്റവും നീതി കാട്ടിയത് NDA സർക്കാരാണെന്ന് മോദി അവകാശപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശാസനം നൽകിയാലും മധ്യപ്രദേശിലെ വ്യാപക റെയ്ഡ് തന്നെയാണ് മോദിയുടെ പ്രചാരണ വിഷയം. അവിടെ കണ്ട നോട്ടുകെട്ടുകൾ ഡൽഹിയിലെ തുഗ്ലക് റോഡിലെ കോൺഗ്രസ് നേതാവിന്റെ വസതിയിലേക്ക് എത്തിയെന്നാണ് പ്രധാനമന്ത്രിയുടെ ആക്ഷേപം. കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ടടിച്ച ഇടതുപക്ഷവും UDF-ഉം തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് മോദി പലതവണ ആവർത്തിച്ചു. ഹിന്ദു ഭൂരിപക്ഷത്തെ ഭയന്ന രാഹുൽ ഒളിച്ചോടി എന്ന് വടക്കു പറഞ്ഞ മോദി ഇവിടെ എത്തിയപ്പോൾ വാചകത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. രാഹുലിന്റെ പേര് പോലും പറയാതെ സ്വയം രക്ഷപ്പെടാൻ കേരളത്തിലെത്തിയവരെ സൂക്ഷിക്കണം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മോദിയുടെ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ സൂപ്പർ പ്രൈം ടൈം എന്ന് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ്: മോദിയുടെ വാദം ഇവിടെ വിലപ്പോകും? നമ്മോടൊപ്പം ചർച്ചയിൽ BJP-യിൽ നിന്ന് JR പത്മകുമാർ, കോൺഗ്രസിൽ നിന്ന് പഴകുളം മധു, CPM-ൽ നിന്ന് M സ്വരാജ്. മോദിയുടെ വാദം വിലപ്പോകുമോ? സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യം ശ്രീ JR പത്മകുമാർ, വയനാട് ഒഴികെയുള്ള കേരളത്തിലെ ജനങ്ങളെയാണോ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത്? അങ്ങനെ അല്ലല്ലോ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയുമാണ് അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. വയനാട് കേരളത്തിൽ തന്നെയാണ് പ്രചരണത്തിന്റെ തുടക്കം. വയനാട് കേരളത്തിൽ തന്നെയാണ്. താങ്കൾക്ക് സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല. താങ്കൾക്ക് സംശയമുണ്ടോ? നിങ്ങളുടെ പാർട്ടി അധ്യക്ഷനാണ് സംശയം. ഇല്ലല്ല, നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങനെ പാർട്ടി അധ്യക്ഷന് സംശയമുണ്ടോ? അമിത്ഷായുടെ പ്രസംഗം JR പത്മകുമാർ കേട്ടില്ല? കേട്ടിട്ടുണ്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ല, എന്താണ് നിങ്ങൾക്കുള്ള സംശയം? എന്റെ സംശയം, വയനാട് ഒഴികെയുള്ള കേരളത്തിലെ ജനങ്ങളെയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത്? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്ക്, കേട്ട ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം ഇല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത് JR? ഇങ്ങനെ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് വരുന്നത്? അല്ല, അത് താങ്കൾ തന്നെ പറയേണ്ടതാണ്, പൊതുജനങ്ങളോട് പറയേണ്ടതാണ്. എന്തുകൊണ്ട് താങ്കൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു? അമിത്ഷായ്ക്ക് വയനാട്ടിൽ പച്ചക്കൊടി കണ്ടപ്പോൾ, മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടപ്പോൾ പെട്ടെന്ന് പാകിസ്ഥാനാണെന്ന് തോന്നി. അങ്ങനെ അല്ലല്ലോ അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം വളരെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധി നോമിനേഷനും കൊടുത്തിട്ട് കേരളത്തിൽ, വയനാട്ടിൽ നടത്തിയ പ്രകടനം കണ്ടാൽ പാകിസ്ഥാനിലാണെന്ന് തോന്നുമെന്ന് പറഞ്ഞതിന് കാരണം കോൺഗ്രസിനെ അപ്രസക്തമാക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു വന്ന സമയത്ത് മുസ്ലിം ലീഗ് ഉപയോഗിച്ച കൊടി പാകിസ്ഥാന്റെ കൊടിയുമായി സിമിലാരിറ്റി ഉണ്ട്. പാകിസ്ഥാന്റെ പച്ചക്കൊടിയും പാകിസ്ഥാന്റെ കൊടി. അത്രയ്ക്ക് രാഷ്ട്രീയ ബോധമേ ഉള്ളൂ അമിത്ഷായ്ക്ക്. അത്രയ്ക്ക് രാഷ്ട്രീയ ബോധമേ ഉള്ളൂ അമിത്ഷായ്ക്ക് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിനില്ലാത്ത വിഷമം അമിത്ഷായ്ക്ക് ഉണ്ടായെങ്കിൽ അത് കോൺഗ്രസുകാർ വ്യക്തമാക്കിയിട്ടില്ലാണ്. കോൺഗ്രസുകാർക്കില്ലാത്ത വിഷമം അതിൽ BJP-ക്ക് ഉണ്ടാവേണ്ടതില്ല. നമ്മുടെ വിഷയം ഇതാണ് ശ്രീ JR പത്മകുമാർ. ഇങ്ങനെയൊക്കെ അമിത്ഷാ പറഞ്ഞ ശേഷം ഇവിടെ വന്ന് നിങ്ങൾക്കൊപ്പമാണ് ഞാൻ എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഇവിടുത്തെ ജനം അത് തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്നാണോ? അല്ല, നിങ്ങൾ സ്മൃതി ഒരു കാര്യം, എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയണം. നിങ്ങൾക്ക് അതിലെന്താ വിഷമം? കോൺഗ്രസിനെ മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്യാൻ പോകുന്നു. മുസ്ലിം ലീഗിൻ്റെ കൊടിയുടെ നിറം പാകിസ്ഥാൻ്റെ കൊടിയുടെ നിറവുമായി സാമ്യമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെന്താ വിഷമം? നിങ്ങൾക്കെന്താ വിഷമം? ഒരു വിഷമത്തിൻ്റെ കാര്യമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. അല്ലാതെ നിങ്ങൾ പറയൂ. മാത്രമല്ല, ഈ പാകിസ്ഥാൻ്റെ സ്വഭാവം കാണിക്കുന്ന, പാകിസ്ഥാൻ തീവ്രവാദികളുടെ സ്വഭാവം കാണിക്കുന്ന കുറേ നേതാക്കന്മാരെങ്കിലും ലീഗിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു കാലത്ത് പാകിസ്ഥാനിൽ പോയിട്ടുണ്ടോ റിപ്പബ്ലിക് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന മാറ്റണമെന്ന് പറഞ്ഞത്, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്.
സ്വാതന്ത്ര്യദിനം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അത് രാഷ്ട്രീയ പ്രസംഗത്തിന്റെ മുഹമ്മദ് അലി ജിന്നയുടെ ലീഗല്ല, കൊടി കണ്ടാൽ പാകിസ്ഥാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പോലും അറിയാത്ത നേതാക്കൾ അതാണ് ബി ജെ പിയിലുള്ളത്. നമ്മുടെ ചോദ്യം ഇതാണ്, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച ശേഷം, നിങ്ങളുടെ പാർട്ടി അധ്യക്ഷൻ പ്രസംഗിച്ച ശേഷം ഇവിടെ പ്രധാനമന്ത്രി വന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ്, ഇവിടുത്തെ വിശ്വാസ സംരക്ഷണത്തിനൊപ്പമാണ് എന്ന് ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞാൽ കേരളം അത് എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ളതാണ്. അല്ലല്ല, നിങ്ങൾ എന്നോട് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ നിങ്ങൾക്കെങ്കിലും ബോധ്യം വേണ്ടേ? രാഷ്ട്രീയ പ്രസംഗം നടത്തുമ്പോൾ ഒരു ശൈലിയിൽ അത് പറയും. കാര്യം പാകിസ്ഥാന്റെ കൊടി പോലെ ഇരിക്കുന്നു. കാരണം മുസ്ലിം ലീഗ് ജിന്നയുടെ ലീഗ് തന്നെയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്ത്യയെ വെട്ടിമുറിച്ചത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് ആ ലീഗിന്റെ പിന്തുണച്ച ലീഗ് തന്നെയാണ് ഇന്നും ഉള്ളത്. അത്രയ്ക്ക് നിസ്സാരമാണ് നിങ്ങൾക്ക് ആ പ്രയോഗം, അത്രയ്ക്ക് നിസ്സാരമാണ്. അത്രത്തോളം ഗൗരവമേ നിങ്ങൾ അതിന് കൊടുക്കുന്നുള്ളൂ എന്നാണ്. അത് നിങ്ങൾ തന്നെ വ്യക്തമാക്കിയത് നന്നായി. ശ്രീ ആർ പത്മകുമാർ, ഞാൻ ചോദിച്ചത് ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രതികരണം നടത്തിയ ശേഷം പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിച്ചിരിക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താണ്. രാഹുൽ വലിയ കൂറ്റൻ റാലി നടത്തിയ കോഴിക്കോട്, അവിടെ എത്തി കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ് പ്രധാനമന്ത്രി. ഇവിടുത്തെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനതയും, ഞാൻ പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനതയും എന്നാണ്. രാഹുൽ ഒളിച്ചോടി വന്നത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് നിന്നാണല്ലോ. അതായിരുന്നല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പ്രസംഗിച്ചത്. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് നിന്നും ഒളിച്ചോടി ഇങ്ങോട്ട് വന്നു. അങ്ങനെ വന്ന് ഇവിടെ പ്രസംഗിക്കുമ്പോൾ ആ വാചകത്തിൽ എന്തുകൊണ്ട് മാറ്റം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. ഭൂരിപക്ഷ വോട്ടിനെ കൺസോൾട്ടേഷനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ന്യൂനപക്ഷത്തിന് കൂടുതൽ വോട്ടുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം വന്നു എന്ന് പറഞ്ഞു. അത് എന്താ തെറ്റ്? കോൺഗ്രസിന് വിശ്വാസമില്ല, മറ്റു മതവിഭാഗങ്ങളെ വിശ്വാസമില്ല. അതുകൊണ്ട് ന്യൂനപക്ഷ കൺസൾട്ടേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിലേക്ക് അദ്ദേഹം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ്? ശരി, ശ്രീ പഴകുളം മധു, പ്രധാനമന്ത്രിയുടെ പ്രസംഗം താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുകയാണ്. താങ്കൾ ഇപ്പോൾ വയനാട്ടിലാണ് ഉള്ളത്. വയനാടിനടുത്ത് കോഴിക്കോടെത്തി അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നു. മോദിയുടെ പ്രസംഗത്തോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം. സത്യത്തിൽ മോദിയുടെ പ്രസംഗം BJP അണികളിൽ നിരാശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരു നനഞ്ഞ പടക്കമായി പോയി. മോദി വന്നാൽ കേരളത്തിലെ BJPയുടെ വിജയത്തിന് അത് കാരണമാകുമെന്നും വലിയ ആവേശമാകുമെന്നും പറഞ്ഞ മോദിയുടെ പ്രസംഗം കോഴിക്കോട്ട് ഇന്ന് ഒരു കയ്യടി പോലും ശരിക്കും മോദിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും നിഷേധിക്കാൻ പറ്റില്ല. അവിടെ നിറയെ ജനമുണ്ടായിരുന്നു കേൾക്കാൻ. അത് കുറച്ചാളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ നിഷേധിക്കുന്നില്ല. കുറച്ചാളൊക്കെ ഉണ്ടായിരുന്നു. അവർ കേരളത്തിൽ എല്ലാവരും അവിടെ കൊണ്ടുവന്ന് അവർ കുറേ ആളിനെയൊക്കെ എന്നും കേരളത്തിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ജയിക്കാൻ സന്ദർഭത്തിലും BJP കുറേ ആളിനെ കൂട്ടാൻ കഴിവുള്ള ഒരു പാർട്ടിയായിരുന്നു. അത് സംശയം ഞാൻ കേൾക്കില്ല. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം കേരളത്തിലെ BJPയോ സംഘപരിവാർ ശക്തികളോ പ്രതീക്ഷിച്ച യാതൊരു ഗുണവും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, അത് BJPയുടെ പ്രതീക്ഷയ്ക്ക് എതിർ ദിശയിലേക്കാണ് ഇനി കാര്യങ്ങൾ പോവുക. താങ്കൾക്ക് എങ്ങനെ അത് പറയാൻ സാധിക്കും? സുപ്രധാനമായ ഒരു കാര്യമാണ്. ശ്രീ പഴകുളം, അതിലേക്ക് വരാം. താങ്കൾ ഈ പറയുന്ന BJPക്ക് നിരാശ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ശ്രീധരൻപിള്ള സുവർണാവസരം മുതലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ആമുഖമായി അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിരുന്നല്ലോ, സ്വാഗത പ്രസംഗം. അതിൽ അദ്ദേഹം പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ശബരിമല തന്നെയാണ് വിഷയം, അത് ഞങ്ങൾ ഉയർത്തും, തുറുങ്കിലടക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ കർശന ഉപാധികളോടെ ജാമ്യത്തിലിറങ്ങിയ സ്ഥാനാർത്ഥിയാണല്ലോ കോഴിക്കോടുള്ളത്. ഈ വിഷയമൊക്കെ പറഞ്ഞ ശേഷമാണ് മോദിയുടെ പ്രസംഗം. മോദി ബുദ്ധിപൂർവ്വം ശബരിമല എന്ന വാക്കുച്ചരിച്ചില്ല, പക്ഷേ വിശ്വാസികൾക്കൊപ്പം, വിശ്വാസ സംരക്ഷണത്തിനൊപ്പം സുപ്രീം കോടതിയിൽ ഏതറ്റം വരെയും പോകുമെന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അപ്പോൾ അത് തന്നെയാണ് BJP ആഗ്രഹിക്കുന്നത്. ആ വിഷയം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് ഇവിടെ. സ്മൃതി, പ്രധാനമന്ത്രിയിൽ നിന്നും RSS അണികൾ കേൾക്കാൻ ആഗ്രഹിച്ചത് ഈ പ്രശ്നത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തുമെന്നോ അതിൻ്റെ സൂചനകളോ ആണ്. ഇന്നാളത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇതുവരെ കോടതിയിൽ പോകാത്ത BJP ഈ പ്രശ്നത്തിൽ BJPയോ BJPയുമായി ചേർന്ന് നിൽക്കുന്നവരോ ഇതുവരെ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാനോ ഈ പ്രശ്നം കോടതി മുമ്പാകെ അവതരിപ്പിക്കാനോ, സുപ്രീം കോടതിയുടെ വിധിയാണല്ലോ ഇതിനെല്ലാം ആധാരമായ പ്രശ്നങ്ങൾ, നിയമപരമായി ഒന്നുകിൽ മറികടക്കണം, അതല്ലെങ്കിൽ നിയമനിർമ്മാണത്തിലൂടെ അതിനെ മറികടക്കണം. ഇത് രണ്ടും ചെയ്യാത്ത BJPയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഞങ്ങൾ സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്ന് പറഞ്ഞാൽ ഇനി റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ കഴിയില്ല. BJPക്ക് ഒരു സ്കോപ്പുമില്ല. ജനങ്ങളെ കബളിപ്പിക്കാനാണ്
ഇവർ വിശ്വാസികൾക്കൊപ്പമല്ല. ഇവർ സുവർണാവസരം ഉപയോഗപ്പെടുത്താനുള്ള ശ്രീധരൻ പിള്ളയുടെ പാകതയില്ലാത്ത പ്രസംഗത്തിൻ്റെ ഒരു റൈഡർ കൂടി ചേർത്തു എന്നല്ലാതെ ഈ പ്രസംഗം കൊണ്ട് കേരളത്തിലെ BJPക്ക് ഒന്നും നേടാൻ പോകുന്നില്ല. പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഈ അടുത്ത ദിവസങ്ങളിലായി അദ്ദേഹം മുൻപോട്ട് വെച്ച നമോ TV, PM നരേന്ദ്രമോദി സിനിമ, റഫാൽ ഇടപാടിൽ കൊണ്ടുവന്ന രേഖകൾ കൊള്ളയടിച്ച രേഖകളാണ്, കളവ് പോയ രേഖകളാണ്. അതുകൊണ്ട് സ്വീകരിച്ചുകൂടാ എന്ന നിലപാട് സുപ്രീം കോടതി തള്ളിയത്. ഈ പ്രശ്നങ്ങളെല്ലാം നരേന്ദ്രമോദിയുടെ കെട്ടിപ്പൊക്കിയ ഇമേജിനെ തകർത്തിരിക്കുകയാണ്. BJPയുടെ ഈ ഇലക്ഷൻ പ്രോസ്പെക്ട്സിൽ വലിയ ഇടിവുണ്ടായിരിക്കുകയാണ്. കേരളത്തിൽ വന്നപ്പോൾ അല്പം കൂടി മോദി വന്നിട്ട് ഒരു നനഞ്ഞ പടക്കമായി പോയി. കേരളത്തിലെ BJPയും RSSനും ആഗ്രഹിച്ച് നടന്നില്ല എന്ന് മാത്രമല്ല, ശബരിമല പ്രശ്നത്തിൽ കേരളത്തിലെ BJPക്കാർ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ മോദിയുടെ പ്രസംഗം കാരണമായേക്കും. അതിൽ നിന്ന് വല്ലതും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് നിരാശയായി ഫലം. വയനാട് ജില്ലയിൽ, കേരളത്തിലെ വയനാട്ടിൽ ഇന്ത്യയിലെ ഒരു പാർലമെന്റ് മണ്ഡലം പാകിസ്ഥാനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് വയനാട്ടിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ, ജനങ്ങളെ അവഹേളിച്ച നരേന്ദ്രമോദിക്ക് കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കും വോട്ടിലൂടെ. ധൈര്യമുണ്ടോ മോഡിക്ക്? ഇത്ര ആക്ഷേപം ഉന്നയിച്ചിട്ട് അമിത്ഷായ്ക്ക് വയനാട്ടിൽ വരാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു മോദിയെ. BJPക്ക് ഒരു സ്ഥാനാർത്ഥി നിർത്താൻ രാഹുൽ ഗാന്ധിക്കെതിരായി എന്തെല്ലാം പുലഭ്യം പറയുന്നു. പക്ഷേ വയനാട്ടിൽ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർത്താൻ കെൽപ്പില്ലാത്ത, ധൈര്യമില്ലാത്ത BJPയാണ്. ആ പ്രധാനമന്ത്രിയും അമിത്ഷായുമാണ് ഒരു ജില്ലയിലെ, ഈ സംസ്ഥാനത്തെ ജനങ്ങളെ, മതന്യൂനപക്ഷങ്ങളെ അവഹേളിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ, ഇന്ത്യ മുഴുവൻ BJP വർഗീയ വികാരം ആളിക്കത്തിക്കാനാണ് വയനാട് പാകിസ്ഥാൻ ആണെന്ന് പറഞ്ഞത്. വയനാട്ടിൽ ജനിച്ച് അവിടെ വളർന്ന് വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് ഈ വർഗീയവാദികൾക്കെതിരായി അതിശക്തമായി ആഞ്ഞടിക്കും. 23-ാം തീയതി അത് BJPയുടെ വാട്ടർലൂ ആകും. ഈ രാജ്യത്ത് BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്ന മോദിക്ക് കേരളത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നത് കനത്ത ആഘാതമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വയനാട്ടിൽ വരാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യത്തിന് JR മറുപടി നൽകും. JRലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സുരാജ്, സുപ്രീം കോടതി വിധിയുടെ പേര് പറഞ്ഞ ഇവിടത്തെ കേരളത്തിലെ സാംസ്കാരിക പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശബരിമല എന്ന വാക്ക് അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല. അത് നേരത്തെ ശ്രീധരൻപിള്ള സ്വാഗത പ്രസംഗത്തിൽ വേണ്ടുവോളം പറഞ്ഞിട്ടുണ്ട്. ശബരിമല എന്ന വാക്ക് പറഞ്ഞില്ല. പക്ഷേ വിശ്വാസികൾക്കൊപ്പം വിശ്വാസ സംരക്ഷണം, ഇതിലാണ് അദ്ദേഹം ഊന്നിയിരിക്കുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്. അതവർ എല്ലായിടത്തും പ്രസംഗിക്കാൻ പോകുന്നു. പ്രധാനമന്ത്രിയും അത് ആയുധമാക്കിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഇടതുപക്ഷം? ശ്രീധരൻപിള്ള സത്യം പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൻ്റെ മുമ്പിൽ ഒരു തമാശയല്ലേ. ഞാൻ അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാനോ മറുപടി പറയാനോ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം കുറച്ച് നാൾ മുമ്പ് പറഞ്ഞത് പ്രകടന പത്രികയെക്കുറിച്ച്, ഇലക്ഷൻ മാനിഫെസ്റ്റോയെക്കുറിച്ച് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതവിടെ നിൽക്കട്ടെ. ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ വന്നിരിക്കുന്നു. BJPയുടെ നേതാക്കന്മാരും പ്രധാനമന്ത്രിയും ശബരിമല വിഷയം ചർച്ച ചെയ്യും എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സുപ്രീം കോടതി വിധി ലഭിക്കാനിടയായ ആ കേസ് സുപ്രീം കോടതിയിൽ കൊടുത്തതാരാണ്? പ്രേരണകുമാരി ആരാണ്? അതിപ്പോൾ കേരളത്തിലെല്ലാവർക്കും, ഇന്ത്യയിലെല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ലേ. ഇത് വിശ്വാസികളോട് കാണിച്ചൊരു വഞ്ചനയാണ്. കേസിന് പോയതും അവർ, അതിൻ്റെ പേരിൽ കലാപം നടത്താൻ നേതൃത്വം കൊടുത്തതും അവർ. കോഴിക്കോട്ടെ അവരുടെ സ്ഥാനാർത്ഥി ജയിലിൽ കിടന്നിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ലല്ലോ ജയിലിൽ പോയത്. ഭക്തരെ ആക്രമിച്ച കേസാണ്, വിശ്വാസികളെ ആക്രമിച്ച കേസാണ്. അവർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ വിശ്വാസികളെ ആക്രമിച്ചത് ചർച്ച ചെയ്യേണ്ടി വരും. മണ്ഡലകാലത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ബന്ദ് നടത്തിയത് ചർച്ച ചെയ്യേണ്ടി വരും. അയ്യപ്പ ഭക്തന്മാരെ നടുറോഡിൽ തടഞ്ഞതും ആക്രമിച്ചതും ചർച്ച ചെയ്യേണ്ടി വരും. അതേ സംഭവിക്കാനുള്ളൂ. ഞങ്ങൾക്കിതിലൊന്നും ആശങ്കയില്ല. പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ ആണെങ്കിൽ, അദ്ദേഹം ഇന്ത്യയെയും ഇന്ത്യയിലെ ജനങ്ങളെയും ബഹുമാനിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ന്യായമായും പ്രസംഗിക്കേണ്ടത് എന്താണ്? എന്ത് പ്രസംഗിക്കണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം. ഇനിയിപ്പോൾ ബഹുമാനായ JR പത്മകുമാർ അതിനൊന്നും തന്നെ ആക്ഷേപിക്കരുത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പ്രസംഗിക്കാം. പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? 5 വർഷത്തെ ഭരണം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ രാജ്യത്ത് കഴിഞ്ഞ 5 കൊല്ലം നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ, പരിഷ്കാരങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? നോട്ട് നിരോധനത്തിൻ്റെ പേരിൽ നിങ്ങൾ വോട്ട് ചോദിക്കുമോ? GSTയുടെ പേരിൽ വോട്ട് ചോദിക്കുമോ? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടിയതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുമോ? പാചകവാതകത്തിൻ്റെ വില കൂട്ടിയതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുമോ? റാഫേൽ ഇടപാടിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുമോ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്?
നിങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കിയ പരിഷ്കാരങ്ങളുടെയും ഭരണത്തിൻ്റെയും പേരിൽ വോട്ട് ചോദിക്കുക എന്നത് നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? പുറത്ത് പറയാൻ കൊള്ളാത്ത ഭരണമായിരുന്നു നിങ്ങളുടേത്, ജനവിരുദ്ധമായിരുന്നു, അഴിമതിയായിരുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗതികേടിൽ നിന്നാണ് നിങ്ങൾ വിശ്വാസത്തെ ചൂഷണം ചെയ്യാനും കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാനും ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളിലേക്ക് വരുന്നത്. അത് നിങ്ങളുടെ രാഷ്ട്രീയ ഗതികേടാണ്. ഒപ്പം ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഈ ചർച്ചയിലും തുടക്കത്തിൽ ബഹുമാന്യനായ ശ്രീ JR പത്മകുമാർ പാകിസ്ഥാൻ കൂടി എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ദയവായിട്ട് ഈ വിദ്വേഷത്തിൻ്റെ പ്രചരണം ഒഴിവാക്കണം. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമല്ലേ, നമ്മുടെ അയൽക്കാരല്ലേ. സത്യത്തിൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായി നമ്മൾ സാഹോദര്യത്തിൽ പോവല്ലേ വേണ്ടത്? എന്നാൽ എത്ര സമാധാനം ഉണ്ടാവും? നമ്മുടെ ജവാന്മാരുടെ ജീവൻ, അവിടുത്തെ ജവാന്മാരുടെ ജീവൻ, മനുഷ്യജീവൻ എത്ര സംരക്ഷിക്കാൻ കഴിയും? ശത്രുത വേണമെന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത്? നമ്മൾ വിദ്വേഷമല്ലല്ലോ പ്രചരിപ്പിക്കേണ്ടത്. പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കേണ്ടി വരും, അത് മറ്റൊരു കാര്യം. പക്ഷേ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ പാകിസ്ഥാനിൽ പോകണം. മുമ്പ് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. ഇവിടുത്തെ ഒരു സംവിധായകനോട് പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ എതിർക്ക്, ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ ശക്തമായിട്ട്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പതാക വരുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയേണ്ട കാര്യം എന്താ? അവർ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നവരാണോ? അവർ പാകിസ്ഥാന് വേണ്ടി വാദം ഉന്നയിക്കുന്നവരാണോ? അല്ല. ഞാൻ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി ഞങ്ങൾ എതിർക്കും. അത് ജനവിരുദ്ധമാണ്. പക്ഷേ അവരെ പാകിസ്ഥാൻകാരായിട്ട് ചിത്രീകരിച്ചാൽ, അത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് രാഷ്ട്രീയത്തിലെ ഒരു തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. നിങ്ങൾക്ക് എന്താ സാമ്യം പറയുമ്പോൾ ലോകത്തിലെ എത്ര രാജ്യങ്ങളുടെ കൊടിയിൽ പച്ചയുണ്ട്? ഇന്ത്യയുടെ പതാകയിൽ പച്ചയില്ലേ? നിങ്ങൾക്ക് എന്താ അത് തോന്നാഞ്ഞത്? സാംബിയയുടെ പതാകയിൽ, ദക്ഷിണാഫ്രിക്കയുടെ പതാകയിൽ, ബ്രസീലിൻ്റെ പതാകയിൽ, മൗറിറ്റാനിയയുടെ പതാകയിൽ, ലോകത്തിലെ എത്ര രാജ്യത്തിൻ്റെ പതാകയിൽ പച്ചയുണ്ട്? ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് വിദ്വേഷം പരത്താനാണ്, ഒരു കപട ദേശീയത ഉയർത്തിപ്പിടിക്കാനാണ്. നിങ്ങൾ ജനങ്ങളെ മതഭ്രാന്തരാക്കുന്നതോടൊപ്പം കപട ദേശീയത പകർന്നു കൊടുത്ത് ദേശഭ്രാന്തന്മാരും കൂടിയാക്കുകയാണ് ചെയ്യുന്നത്. ദേശഭ്രാന്തന്മാരാകാൻ പാടില്ല. സുരാജ്, ഈ ലീഗുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നുകൊണ്ട് താങ്കളോട് കൂടി ഒരു ചോദ്യം. ലീഗുമായി ബന്ധപ്പെട്ട യോഗി ആദിത്യനാഥ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ലീഗിനെ വൈറസ് എന്ന് വിളിച്ചു. അപ്പോൾ CPM-ന്റെ ഭാഗത്തുനിന്നും ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു. ആ തരത്തിലല്ല, ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു. ഇന്നിപ്പോൾ SRPM പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? CP അതിനെ എതിർക്കുന്നു. ഈ ഘട്ടത്തിൽ പറയേണ്ട കാര്യമാണ്. എന്താണോ BJP പറയുന്നത്, അവർക്ക് കൂടി ഒരു അവർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന മറ്റുള്ള പ്രതികരണം ഈ ഘട്ടത്തിൽ പറയേണ്ടതാണോ? ഓരോന്ന് ഏത് സമയത്ത് പറയണമെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തതയുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇങ്ങനെയൊരു നിലപാട് ഈ ഘട്ടത്തിൽ എടുക്കേണ്ടതാണോ? ഞങ്ങൾക്ക് വളരെ കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തോടും നിലപാടിനോടും കഠിനമായി വിയോജിക്കുന്നു. വർഗീയത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വർഗീയത എന്ന വാക്കിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വിശ്വാസത്തെയും മതത്തെയും ഉപയോഗിക്കുക. അതാണ് വർഗീയതയുടെ നിർവചനം. അധികാരത്തിനു വേണ്ടി മതത്തെയും വിശ്വാസത്തെയും മറയായി സ്വീകരിക്കുന്നവരെ, ചവിട്ടുപടിയായി സ്വീകരിക്കുന്നവരെ, വർഗീയത ഉപയോഗിക്കുന്നവർ, അവർ വർഗീയത കൈകാര്യം ചെയ്യുന്നവർ വർഗീയതയുടെ ആളുകളെന്ന് പറയും. മുസ്ലിം ലീഗിനോട് ഞങ്ങൾക്ക് അങ്ങനെ വിമർശനമുണ്ട്. അത് രാഷ്ട്രീയമായ വിമർശനമാണ്. ആ വിമർശനം ഞങ്ങൾ അട്ടത്ത് വെച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് അവരോട് എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഞങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കും. എന്നാൽ അവർ പാകിസ്ഥാൻ വാദക്കാരാണ്. പാർട്ടിയാണ് നിങ്ങൾ. പക്ഷേ ഈ ഘട്ടത്തിൽ ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് വരുന്നത്. ഈ ഘട്ടത്തിൽ അത് പറയാമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക്. നിങ്ങൾ ഈ ഘട്ടത്തിൽ രാഹുൽ ഇവിടെ മത്സരിക്കാൻ വരുന്നു എന്നുള്ള ഘട്ടത്തിലാണ് ഈ വിഷയമൊക്കെ ഉയർന്നു വരുന്നത്. അപ്പോഴാണ് BJP-യും അത് ഉന്നയിക്കുന്നത്. അപ്പോൾ അതിന് ഒപ്പം നിൽക്കുന്നു എന്ന് തോന്നിക്കുന്ന മട്ടിൽ ചിലരെങ്കിലും അങ്ങനെ വിചാരിക്കില്ലേ? CPM-നും BJP-ക്കും ഒരേ നിലപാടെന്ന് വിചാരിക്കില്ലേ? UDF അത് ഏത് ഘട്ടത്തിൽ സഹകരിച്ചു? ഇടതുപക്ഷമായി ലീഗ് സഹകരിച്ച ചരിത്രമുണ്ടായിട്ടില്ലേ? നിങ്ങൾ ചോദ്യം കഴിഞ്ഞോ? എനിക്ക് പറഞ്ഞോളൂ. 1967 ആ മുന്നണിയുടെ ഭാഗമായി ലീഗ് ഉണ്ടായിരുന്നു എന്നതാണോ നിങ്ങൾ സഹകരണമാണെന്ന് ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ചരിത്രത്തിലെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നിലപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്തുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുമുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ വിമർശനമാണ് ഞാനിവിടെ ഉന്നയിച്ചത്. ആ വിമർശനം ഞങ്ങൾ എപ്പോഴും ഉയർത്തുന്നതാണ്. എന്നാൽ ആ വിമർശനത്തെ BJP-യുടെ വിമർശനവുമായി നിങ്ങൾ അങ്ങനെ കൂട്ടിക്കെട്ടും, അത്തരത്തിലുള്ള ഒരു ആശങ്കയും കേരളത്തിലെ ജനങ്ങൾക്കില്ല. BJP-യുടെ വിമർശനം BJP-യുടെ വിമർശനമാണ്. ആ വിമർശനത്തിന് അവർക്കാണ് ഉത്തരവാദിത്വം. ഞങ്ങളുടേത് രാഷ്ട്രീയ വിമർശനമാണ്.
അവരുടെ വിമർശനത്തിൽ പലപ്പോഴും ഞാൻ ചോദിക്കുന്നത് യോഗി ആദിത്യനാഥ് മുസ്ലിം ലീഗിനെ വൈറസ് എന്ന് വിളിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഇടതുപക്ഷ നേതാക്കളുടെ അടുത്ത് നടക്കം തേടുന്നത് മാധ്യമങ്ങൾ. ആ ഘട്ടത്തിലാണ് പറയുന്നത് ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്നുള്ള കാര്യം സമ്മതിക്കുന്നു എന്നുള്ളത്. ഈ ഘട്ടത്തിൽ അത് പറയുമ്പോൾ അത് അവർക്ക് ഊർജ്ജം പകരുകയാണ്, ബി.ജെ.പിക്ക് ഊർജ്ജം പകരുകയാണ്, അവരുടെ വാദങ്ങൾക്ക് ബലം പകരുകയാണ്. അത് തീർത്തും തെറ്റായ നിങ്ങളുടെ വ്യാഖ്യാനമാണ്, വികൃതമായ വ്യാഖ്യാനമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെയും ഞാൻ സംശയിക്കുന്നു. കാരണം യോഗി ആദിത്യനാഥോ മറ്റാരെങ്കിലുമോ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടല്ല ഞങ്ങളുടെ നിലപാട്. അവർ പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. അവർ പലതും പറയുന്നുണ്ടാവും, അത് ഞങ്ങളുടെ വായിൽ വെക്കണ്ട. ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്നും ഇന്നലെയും പറഞ്ഞിട്ടുള്ള നിലപാടാണ്. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ നിലപാടാണ് ഞങ്ങൾ പറയുന്നത്. മുസ്ലിം ലീഗ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർ മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്നവരാണ്. ആ വിമർശനം ഞങ്ങൾക്കുണ്ട്. അതാണ് വർഗീയത എന്ന വാക്കിന്റെ അർത്ഥം. അതങ്ങനെ തന്നെ നിലനിൽക്കും. എന്നാൽ അവരെ പാകിസ്ഥാൻ വാദക്കാരായി ചിത്രീകരിച്ചാൽ, അവരുടെ പതാക പാകിസ്ഥാന്റെ പതാകയാണെന്ന് പറഞ്ഞാൽ, ഒരു വ്യാജ ദേശീയത ഉയർത്തിക്കൊണ്ടുവന്നാൽ, വംശീയമായി അധിക്ഷേപിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾ പറയും. അതിൽ ആർക്കാണ് ആശയക്കുഴപ്പം? നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വ്യക്തത വരുത്തുക. ജനങ്ങൾക്കൊരു ആശയക്കുഴപ്പമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ് എപ്പോഴും വിശദീകരിച്ചിട്ടുള്ളത്. ശ്രീ ജെ.ആർ. പത്മകുമാർ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്ന് വെച്ചാൽ ബി.ജെ.പി നേതാക്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി നടത്തുന്ന പ്രസംഗം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണോ പറയുന്നത് അതൊക്കെ നിഷേധിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്തുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ടുള്ള സമീപനത്തിലേക്ക് നിങ്ങളുടെ നേതാക്കൾ പോവുകയാണ്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ നടത്തിയിരിക്കുന്ന പ്രസംഗത്തിലും സൈന്യം ഭീകരരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ സേനയെ ചോദ്യം ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സേന എന്നാൽ എന്താണ്? മോദി സേന എന്ന് യോഗി പറയുന്നു. ഇന്നിപ്പോൾ ഒരു ഡെവലപ്മെന്റും ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ, അതായത് ബി.ജെ.പി നേതാക്കൾക്കെതിരെ മുൻ സേനാ മേധാവികൾ രാഷ്ട്രപതിക്ക് കത്ത് നൽകി. സേനാ നടപടികളുടെ ക്രെഡിറ്റ് രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കേണ്ട. ഇതിപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ രീതിയാണ്. സേന എന്നാൽ കേന്ദ്ര സർക്കാർ, മോദി സേന. അല്ല, ഇത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. എനിക്ക് ആദ്യം അത് പറയാം. അത് കഴിഞ്ഞിട്ട് ഈ രണ്ടുപേർ പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാനുള്ള സമയം തരണം. അതിൽ ഇടയ്ക്ക് കയറി ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്ന്, ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് ഇന്നിപ്പോൾ മോഡിജി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നയരൂപീകരണത്തിൽ അല്ലെങ്കിൽ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിലൊരിക്കലും മതമോ രാഷ്ട്രീയമോ ജാതിയോ വരാറില്ല. ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് അതിന് ഗുണകരമായ നടപടികളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ നടപ്പിലാക്കിയ ഏത് പദ്ധതികൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ വേണ്ടിയിട്ടല്ല, മുഴുവൻ ജനങ്ങൾക്കും. അതിൽ നിന്ന് തന്നെ ഞങ്ങളുടെ എന്താണ് നടപ്പിൽ വരുത്തിയത് എന്നൊക്കെ സുരാജ് ചോദിച്ചല്ലോ, അതിന് മറുപടിയായി. പിന്നെ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു നമ്മുടെ നിയമവാഴ്ചയ്ക്ക് പ്രയോജനകരമായിട്ടുള്ള അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നു എന്നുള്ളത് കൊണ്ട് അത് അംഗീകരിക്കുക തന്നെ ചെയ്യും. അതിലൊന്നും യാതൊരു സംശയമില്ല. പിന്നെ ശബരിമല ഉപയോഗിക്കരുത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ആ ഇലക്ഷൻ കമ്മീഷന്റെ മീറ്റിംഗിൽ പങ്കെടുത്ത ആളാണ്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് മതം, ജാതി എന്നുള്ള കാര്യങ്ങൾ, വിശ്വാസം, ഇതൊന്നും വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് മാത്രമാണ്. അല്ലാതെ പുതിയൊരു ഓർഡർ ഇറക്കിയിട്ടില്ല. അതിനെ മീഡിയയും CPM-ഉം തെറ്റായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ആരിഫിന്റെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ അയ്യപ്പന്റെ പടവും ഫോട്ടോയൊക്കെ കൊടുത്ത് അദ്ദേഹം സ്വീകരിച്ച് ഒരു പടം കണ്ടിട്ടുള്ള ഒരു സംഭവം പുറത്തു വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഒരു നടപടിയുമില്ല. ഇലക്ഷൻ കമ്മീഷൻ പക്ഷപാതപരമായി ചില ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നുണ്ട്. ഇന്ന് തന്നെ കോഴിക്കോട് ബി.ജെ.പിയുടെ കൊടികളെല്ലാം അഴിച്ചു മാറ്റി. അതേസമയം ഇന്നലെ പിണറായി വിജയൻ വന്നപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് കെട്ടിയ കമാനം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അതിൽ ഇലക്ഷൻ കമ്മീഷൻ നടപടിയില്ല. ഈ റോഡിൽ കൊടി കെട്ടിയതിന് നടപടിയില്ല. ബി.ജെ.പി ഇന്ന് കെട്ടിയ കൊടികളെല്ലാം കളക്ടർ ആളിനെ പറഞ്ഞയച്ചു മാറ്റി. ഇന്നലെ നീക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാരെ ഇളവരക്കരയും വിരട്ടി ഓഫീസിൽ വിരട്ടിയപ്പോൾ തിരിച്ചുപോയി. ഇങ്ങനെയുള്ള നിലപാടുകളും ഞങ്ങൾ തുറന്നു പറയും. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനോടുള്ള ഏറ്റുമുട്ടലാണ് എന്നുള്ളൊരു തോന്നൽ വരുത്തുന്നുണ്ട്. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് വിശ്വാസവുമായി ബന്ധപ്പെട്ട, ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയരുത്, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ ആ കാര്യങ്ങൾ ഉപയോഗിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. താങ്കൾക്ക് അത് ബോധ്യമായെന്ന് പറഞ്ഞു. വിശ്വാസവുമായി ബന്ധപ്പെട്ട് വോട്ട് ചോദിക്കരുത്, വിശ്വാസം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കരുത്. അല്ല സ്മൃതി, അങ്ങനെയല്ല.
അങ്ങനെയല്ല, നിങ്ങളത് ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയരുത്. അങ്ങനെയല്ല പറഞ്ഞത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിശ്വാസികളും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പാടില്ല. അതേസമയം ശബരിമല ഇഷ്യൂവിൽ അതിനോടനുബന്ധിച്ച് ഭക്തജനങ്ങളെ കൈകാര്യം ചെയ്ത രീതി, കള്ളക്കേസിൽ കുരുക്കിയ രീതി, അടിച്ച് കാല് കൈയൊടിച്ച രീതി, അവരെ ജയിലിലടച്ച രീതി, അമ്മമാരെയും പാവപ്പെട്ട ആളുകളെയൊക്കെ പോലീസ് നിഷ്ഠൂരം ഒരു ഇരിയമീൻ കൈകാര്യം ചെയ്ത അദ്ദേഹത്തിന്റെ നാട്ടിൽ കൈകാര്യം ചെയ്തതുപോലുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത ജനാധിപത്യ വിരുദ്ധമായ സുപ്രീം കോടതി വിധിയുടെ പേര് പറഞ്ഞ്, സുപ്രീം കോടതി വിധിയുടെ പേര് പറയേണ്ട കാര്യമില്ല, സുപ്രീം കോടതി വിധിയാണ്. സുപ്രീം കോടതി വിധിയുടെ പേര് പറഞ്ഞ് ഈ സാംസ്കാരിക പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ കോടതി അലക്ഷ്യമല്ലേ ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം? അല്ലല്ല, സുപ്രീം കോടതി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞത് എന്താണ് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. അതാണ് ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ പെറ്റീഷൻ ഇട്ട് റിവ്യൂ കേൾക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് പറയാം. വിശ്വാസങ്ങളിൽ കോടതികൾ ഇടപെടണ്ട എന്നുള്ളൊരു വിശ്വാസം തന്നെ, ആ ഒരു നിലപാട് തന്നെ കോടതികൾ വിശ്വാസങ്ങളെ ഇടപെടുകയാണെങ്കിൽ ഒരു മതേതരത്വ രാജ്യത്ത് കോടതിയിൽ ഇടപെടുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഇടപെടൽ ഉണ്ടാവണം. ആ സുപ്രീം കോടതിയുടെ വിധിയെ മറപിടിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ഏകപക്ഷീയമായി ഒരു വിഭാഗത്തിൽ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഞങ്ങളുടെ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ അറിയാമല്ലോ, ഇന്ന് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു സംഘടന ഇന്നലെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയം ആയതുകൊണ്ട് വിശ്വാസികളുടെ ലോലമായ വികാരത്തെ വ്രണപ്പെടുത്തും എന്നുള്ളത് ഇപ്പം ഞങ്ങൾ വരുന്നില്ല, വേറെ ആരെങ്കിലും വരണമെങ്കിൽ സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. അത് ഞങ്ങൾ തുറന്നു പറയുന്നുണ്ട്. പിന്നെ അടുത്ത കാര്യത്തിന് കൂടി മറുപടി. മോദി സേന ഇന്നിപ്പോൾ മോദി സേന തന്നെയാണെന്ന് മോദി അവകാശപ്പെടുകയാണ്. സൈന്യം ഭീകരരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ സേനയെ ചോദ്യം ചെയ്യുന്നു. സേന എന്നാൽ കേന്ദ്ര സർക്കാരാണോ? കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാണോ? അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് മൻമോഹൻ സിംഗ് സേനയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന മൻമോഹൻ സേനയല്ലോ. സ്മൃതി, നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കരുത്. നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ചോദ്യം എന്താ സംഭവിച്ചത്? എന്റെ താല്പര്യത്തിന് വേണ്ടിയാണോ ഇന്ന് മുൻ സേനാ മേധാവികൾ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയത്? അല്ല, നിങ്ങൾ അതിനോടൊപ്പം പറയുക, കള്ളൊപ്പിട്ട് നൽകിയതിന് കുറെ പേര് എതിർത്തിട്ടുണ്ട്, എന്റെ അല്ല, ഒരു മാധ്യമ നിർമ്മാതല്ലേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ, മറച്ചു വെച്ചില്ലേ? അതുകൂടി പറയൂ. അതാണ് യഥാർത്ഥ മാധ്യമ ധർമ്മം. രണ്ട് കാര്യവും പറയുക. ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട്, പരാതിയിൽ പറഞ്ഞു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറയണം. സേനയുടെ പ്രവർത്തനത്തിലെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാർ എന്തിനാണ് ഏറ്റെടുക്കുന്നതെന്ന് മുൻ സേനാ മേധാവികൾ ചോദിക്കുമ്പോൾ അതിനെന്താണ് മറുപടി? എന്താണ് അതിനുള്ള മറുപടി? ആ രണ്ടുപേരെ വിടൂ. അതിനുള്ള മറുപടി പറയുക. പുൽവാമയിൽ അക്രമം ഉണ്ടായ ആ സമയത്ത് അതിന്റെ പിറ്റന്ന് തന്നെയാണ് നമ്മുടെ നേതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാർ, കോൺഗ്രസ് ഉൾപ്പെടെ CPM സംശയം പ്രകടിപ്പിച്ചു. ഇത് ഇലക്ഷന് വേണ്ടി മോഡി ചെയ്തതാണ് എന്ന് പറഞ്ഞതാരാ? അപ്പൊ ഈ ആക്രമത്തെ അല്ലെങ്കിൽ സൈനികരുടെ മരണത്തെ സംശയിച്ചത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചതാരാ? ആരാ ഉപയോഗിച്ചത്? അപ്പോൾ പാകിസ്ഥാനുമായി ഇന്ത്യ ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയിലെ സൈനികരെ കൊന്നു എന്ന് ആദ്യം ആ സംശയം ഉന്നയിച്ച് പൊതുസമൂഹത്തിൽ സൈന്യത്തെ അപമാനിച്ച അല്ലെങ്കിൽ സൈന്യത്തെ ഈ ഒരു ഭരണകൂടം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന് ഇന്ത്യയുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതാരാ? അപ്പൊ എങ്ങനെ സംഭവിച്ചു എന്നതിന് ശേഷം പുൽവാമ ഇവിടെ എങ്ങനെ സംഭവിച്ചു എന്നതിന് മറുപടി ഉണ്ടോ? പുൽവാമയിൽ ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ബോംബെയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, UP വന്ന കാലത്ത് ഇന്ത്യയിലെ മുഴുവൻ നഗരങ്ങളിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ അക്രമത്തിന് തക്കതായ മറുപടി സൈന്യം കൊടുത്തല്ലോ. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഈ സൈനികരുടെ മരണം ഒരിക്കലും അതിന് കണക്ക് പറയാതെ പോകില്ല എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ഇത് നിങ്ങളുടെ ഒരു വിജയമായി നിങ്ങൾ എങ്ങനെ അവകാശവാദം ഉന്നയിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ അല്ലല്ലോ, ഗവൺമെന്റിന്റെ വിൽ പവർ തന്നെയാണ്, ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ ഡിസിഷൻ തന്നെയാണ് സൈനികരെ തിരിച്ച് ഈ പ്രതികാരം ചെയ്തത്, പാകിസ്ഥാനിൽ പോയി ആക്രമിച്ചത്. അത് ഈ ഗവൺമെന്റിന്റെ വിൽ പവറിന്റെ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത ഭരണാധികാരിയുടെ വിൽ പവർ തന്നെയാണ്.
ആ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഡിസിഷൻ തന്നെയാണ്. അത് ഞങ്ങൾ പറയും, അതിനെന്താ തെറ്റ്? അതുകൊണ്ട് സൈനികരെല്ലാവരും BJP ആണെന്നുള്ള അർത്ഥത്തിലല്ല, രാജ്യം നേടിയ വിജയം തന്നെയാണ്. ആ രാജ്യം നേടിയ വിജയം എന്ന് പറയുമ്പോൾ ആ ഗവൺമെന്റിന്റെ വിജയമാണ്. അതിനെന്താ സംശയം? ഇപ്പോൾ ഓരോ നിലപാടുകൾ ഓരോ സംസ്ഥാന ഗവൺമെന്റ് എടുക്കുമ്പോൾ ഞങ്ങളുടെ നിലപാടെന്ന് പറയില്ലേ? അതുകൊണ്ട് അത്ര പറഞ്ഞോളൂ. എന്നിട്ട് എനിക്കൊരു കാര്യം കൂടി പറയണം. സ്വരാജ് പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം പാകിസ്ഥാൻ വലിയ അടുത്ത നമ്മുടെ സ്നേഹമുള്ള രാജ്യമാണ്, സൗഹൃദപരമായി പെരുമാറുണ്ട്, അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച്, ഇതവരുടെ നിലപാടാണ്. പണ്ടേ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാകിസ്ഥാനോട് സ്നേഹം കാണിക്കണമെന്ന് ഇന്ത്യയോട് പറയുമ്പോൾ സൗഹൃദം സ്ഥാപിക്കാനും കൂടുതൽ ഊഷ്മളമാക്കാനുമുള്ള ശ്രമങ്ങൾ മോദിയുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. അത് തെറ്റാണെന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ അല്ലല്ലോ അദ്ദേഹം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോദിക്കുന്നതിനും സ്വരാജ് ചോദിക്കുന്നതിനും രണ്ട് മറുപടിയാണ് ആവശ്യം. അതുകൊണ്ട് ഞാൻ സ്വരാജിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ വേറെ ചോദ്യം ചോദിക്കരുത്. ഞാൻ സ്വരാജിന് പറഞ്ഞൊരു കാര്യം, അകലെയുള്ള നമ്മുടെ അതിർത്തി രാജ്യത്തിനോട് വലിയ സ്നേഹം കാണിക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സ്വന്തം നാട്ടിലുള്ള ഈ രാഷ്ട്രീയ എതിരാളികളോട് നിങ്ങൾക്ക് സ്നേഹം കാണിക്കേണ്ട ഒരു ബാധ്യതയില്ലേ? നിങ്ങൾക്ക് ഹരീൽ സുക്കൂറിനോട് നിങ്ങൾക്ക് അനുകമ്പ വേണ്ടേ? സുഹൈബിനോട് അനുകമ്പ വേണ്ടേ? ജയകൃഷ്ണൻ മാസ്റ്ററോട് അനുകമ്പ വേണ്ടേ? മനോജിനോട് അനുകമ്പ വേണ്ടേ? ഈ ശരത് ലാലിനോട് അനുകമ്പ വേണ്ടേ? ഇതൊന്നും സ്വന്തം അടുത്തുള്ള നമ്മുടെ സഹപ്രവർത്തകരോട് പോലും സ്നേഹമില്ലാതെ ക്രൂരമായി പെരുമാറുന്ന നിങ്ങളാണ് ശത്രു രാജ്യം ഇന്ത്യയെ എന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തോട് നമ്മൾ വലിയ സൗഹാർദ്ദമായിട്ട് പെരുമാറണമെന്ന് നിങ്ങൾ പറയുന്നത്. ഇതാണ് രാഷ്ട്രീയമായി ഇരട്ടത്താപ്പ്. മാത്രമല്ല, നിങ്ങൾ സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണെന്ന് ഇപ്പോഴും നിങ്ങൾ ഉറച്ചു പറയുന്നുണ്ട്. നെഹ്റു അല്ലെങ്കിൽ കോൺഗ്രസിനെ ചത്തകുതിര എന്നാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ആ ചത്തകുതിരയെ പടക്കുതിരയും പന്തയക്കുതിരയുമായി കേരളത്തിൽ അവതരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് ഈ മുസ്ലിം ലീഗിന്റെ വളർച്ചയിൽ അവരുടെ വർഗീയ വിദ്വേഷം പരത്തുന്ന പ്രവർത്തനങ്ങളിൽ അതിന് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതിൽ ഈ രണ്ട് മുന്നണികൾക്കും ഉത്തരവാദിത്തമുണ്ട്. മാത്രമല്ല, ഇന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ രണ്ട് മുന്നണിയിലുമുണ്ട്. എന്നിട്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് BJP വർഗീയം പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്, വിശ്വാസം സംരക്ഷിക്കാൻ ഞങ്ങൾ ഭക്തരോടൊപ്പം നിൽക്കും, കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കും, സുപ്രീം കോടതിയെ അത് ബോധ്യപ്പെടുത്തും, അല്ലാതെ വന്നാൽ ഭരണഘടനാപരമായ സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകും എന്നാണ് പറഞ്ഞത്. അതേസമയം CPM-ന്റെ നിലപാട് എന്താ? ഈ പറയുന്ന സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ആക്ഷേപിക്കുകയല്ലേ ചെയ്തത്? ശബരിമലയിൽ കന്യയ്യപ്പന്മാർ വന്നു, അയ്യപ്പന്റെ കല്യാണം നടത്തി കൊടുത്ത ഒരു വ്യക്തി കൂടിയല്ലേ സ്വരാജ്. അദ്ദേഹം പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടല്ലോ. അയ്യപ്പന്റെ കല്യാണം നടത്തി കൊടുത്ത സാഹചര്യവും സ്ത്രീകൾ, അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഈ സ്ത്രീകളെല്ലാവരും അങ്ങോട്ട് പോയത് അയ്യപ്പനെ കാണാൻ. ബ്രഹ്മചര്യം നഷ്ടപ്പെട്ട അയ്യപ്പന്റെ അടുത്തേക്ക് എന്തൊക്കെ പ്രചരണം നടത്തിയ ആളുകൾ ശബരിമല വിധി എങ്ങനെയുണ്ടായി എന്ന് കൂടി സ്വരാജ് പറഞ്ഞു. എങ്ങനെയുണ്ടായി? നമ്മൾ ചർച്ച ചെയ്ത കാര്യമല്ലേ? ഇദ്ദേഹം പറഞ്ഞ ആ വ്യക്തി 2006 സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു നേതാവായിരുന്നു. അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ഏത് സംഘടനയാണ് പ്രവർത്തിച്ചത്. 2012 അവർ കല്യാണം കഴിച്ചു. വേറെ ഈ ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കല്യാണം കഴിച്ച ശേഷം അവരതിൽ നിന്ന് അവരുടെ അതുവരെയുള്ള നിലപാടുകളിൽ നിന്ന് പിന്മാറുകയും ഈ കേസ് പിൻവലിക്കാൻ ഹർജി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പഴയ ആളാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പഴയ ഏതെങ്കിലും പ്രവർത്തനത്തിന്റെയോ അല്ലെങ്കിൽ ബന്ധം വെച്ചുകൊണ്ടാണെങ്കിൽ CPM-ന്റെ എത്രയോ അവരുടെ സ്ഥാപക നേതാക്കന്മാർ കോൺഗ്രസ്സുകാരല്ലേ? എങ്കിൽ കോൺഗ്രസിന്റെ നിലപാടാണ് അവരുടെ നിലപാടെന്ന് ഇവരിപ്പോൾ പറയില്ലല്ലോ. അത് അവരുടെ പഴയകാല പ്രവർത്തനങ്ങളല്ല. 2012 അവർ ആ ബന്ധം ഉപേക്ഷിക്കുകയും ഇനിയിപ്പോൾ അതിലേക്ക് തന്നെ വീണ്ടും ചർച്ച പോകേണ്ടതില്ല. പഴയ കാര്യങ്ങൾ ആവർത്തിച്ച് വരേണ്ട സാഹചര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇടവേളയിലേക്ക് പോകാം.